സെൻകുമാർ കേസിൽ സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് സമർത്ഥിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. സർക്കാരിന്റെ ഒരു പിഴവ് പോലും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. സർക്കാരിന് പിഴ വിധിച്ചിട്ടില്ല, സർക്കാർ മാപ്പ് പറയുകയും ഉണ്ടായിട്ടില്ല. 25,000 രൂപ സുപ്രീം കോടതിയുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അടക്കാനും ജുവനൈൽ ജസ്റ്റിസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചത്. കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയെയും കളിപ്പിക്കുന്നത് പോലെ സുപ്രീം കോടതിയെ കളിപ്പിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ജസ്റ്റിസ് ജുവനൈൽ കേസുകൾക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഇത് കരുതുന്നതെങ്കിൽ ദയവായി അത് അങ്ങയുടെ പോക്കറ്റിൽ നിന്ന് അങ്ങ് കൊടുക്കണം. കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. സുപ്രീം കോടതി വിധി മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ അടിയാണെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അടിയോടടിയായിരുന്നില്ലേ എന്ന് പിണറായി തിരിച്ചടിച്ചു. സർ, മുഖത്ത് അടി കിട്ടിയത് പിണറായി വിജയനല്ല, അടിയോടടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും മാറ്റാൻ സാവകാശം കിട്ടാനാണ് സർക്കാർ സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് മാർക്ക് വെച്ചതാണ്. പോലീസ് ആസ്ഥാനത്ത് പുതുതായി നിയമിച്ച ADGPയുടെയും IG-യുടെയും പഴയകാല ചരിത്രം മുഖ്യമന്ത്രി പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സർക്കാരിന് പിഴ ചുമത്തിയ കോടതി വിധി സംസ്ഥാനത്തിനാകെ നാണക്കേടാണെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.